സ്വാഗതം ചെയ്യുന്നു. പ്രധാന സംഭവങ്ങളും സാംസ്കാരിക പരിപാടികളും ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അനുഭവവേദ്യമാക്കുന്ന തരത്തിൽ വീഡിയോ ദൃശ്യങ്ങളും ഈ ന്യൂസ് പോർട്ടലിൽ ലഭ്യമാണ്. 24 മണിക്കൂറും വാർത്തകൾ അപ്ഡേറ്റ് ചെയ്യുന്ന www.malayalamtodayonline.com എന്ന ന്യൂസ് പോർട്ടലിൽ ജില്ല തിരിച്ചുള്ള പ്രാദേശിക വാർത്താ ബുള്ളറ്റിനുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗൾഫ് മലയാളികൾക്കും കേരളത്തിന് പുറത്തുള്ള മലയാളികൾക്കും നാട്ടിലെ സംഭവ വികാസങ്ങൾ അപ്പോഴറിയാൻ മലയാളം ടുഡേ ഓൺലൈൻ പ്രയോജനപ്പെടും. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളെല്ലാം സ്പർശിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിൽ പുറത്തിറക്കിയ മലയാളം ടുഡേ മാസികയ്ക്ക് കേരളത്തിനകത്തും പുറത്തും ഗൾഫ് മലയാളികൾക്കിടയിലും ആവേശകരമായ പ്രതികരണമാണ് ലഭിച്ചു വരുന്നത്. കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ സ്റ്റേറ്റുകളിൽ മാത്രമായിരുന്നു. ഇനിയിപ്പോൾ വിദേശത്തും ആൾക്കാരായി കഴിഞ്ഞു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരു മാധ്യമ കൂട്ടായ്മ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോടുള്ള ഒരു ചായവോ അതൊന്നും ഇല്ല. എല്ലാ തരം വാർത്തകളും സർക്കുലേഷനിൽ 28% ആണ് ഇപ്പോൾ പ്രിന്റ് ചെയ്യുന്നത്. Sir, welcome you to complete our website. പ്രിയപ്പെട്ട പ്രസ് ക്ലബ്ബുകാരായാലും മലയാളം ടുഡേയുടെ ഭാരവാഹികളെയാണ്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. അതിനുപരി എനിക്ക് പത്രക്കാരോട് ഈ ഓൺലൈൻ പരിപാടികൾ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാനുണ്ട്. ഞാൻ ഈ അവസരം ഉപയോഗിക്കാമെന്ന് കരുതുന്നു. ഏറ്റവും പ്രധാനം IT ആക്ടിൻ്റെ പ്രൊവിഷൻസിനെ കുറിച്ച് നല്ല ബോധത്തോടു കൂടി വേണം ഓൺലൈൻ പരിപാടികൾ. ഓൺലൈൻ പ്രവർത്തിക്കുന്ന എല്ലാ മാധ്യമങ്ങളും മനസ്സിലാക്കാത്ത വലിയ ഭവിഷ്യത്തുകൾ ഇതിനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഇത്രയും കാലം നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിരുന്നത് എന്തെങ്കിലും വിവാദങ്ങളോ നിയമപരമായ പ്രശ്നങ്ങളോ ഉണ്ടായാലും ഡിഫമേഷൻ മാത്രമാണ്. ഇപ്പോഴുള്ള ഈ പുതിയ ആക്ടിനെ കുറിച്ച് എല്ലാവരും ബോധവാന്മാരായിരിക്കണം. ഓൺലൈൻ പ്രസിദ്ധീകരിക്കപ്പെടുന്ന എല്ലാ സംഗതികളും ഈ IT ആക്ടിൻ്റെ പുറകിൽ വരുന്നതാണ്. ഞാനത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൈറസി സെല്ലിൻ്റെ ചുമതല കൂടി എനിക്കുണ്ട്. അപ്പോൾ കോപ്പിറൈറ്റ് വയലേഷൻസ് എന്ന് മാത്രം മുമ്പ് കണക്കാക്കിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ IT ആക്ടിൻ്റെ വയലേഷൻസിൻ്റെ പരിധിയിൽ വരുന്നു. അത് വളരെ ഗുരുതരമായ കുറ്റകൃത്യമായിട്ടാണ്. 3 കൊല്ലമാണ് മിനിമം ശിക്ഷ. അപ്പോൾ മുമ്പ് 6 മാസം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിചാരിക്കേണ്ട DIG കയറി വന്ന് തന്നെ പ്രസ് ക്ലബ്ബിൽ കയറി ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെയല്ല. നിങ്ങൾ മനസ്സിലാക്കണം കാരണം അതിൻ്റെ ഇംപ്ലിക്കേഷൻസ്, ലീഗൽ ഇംപ്ലിക്കേഷൻസ് നന്നായിട്ട് അറിയണം. ഓൺലൈനായിട്ട് തുടങ്ങുന്നത് എല്ലാവരും ഇപ്പോൾ എല്ലാ പത്രങ്ങളും എല്ലാ മാധ്യമങ്ങളും ഓൺലൈനിൽ അവൈലബിൾ ആണ്. അങ്ങനെ അവൈലബിൾ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയ അബറേഷൻ വരെ വളരെ വലിയ വ്യാപ്തിയിൽ ഒരു നിയമപ്രശ്നമായി മാറുന്നുണ്ട് എന്നുള്ളത് ഇത്തരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ശുഭോദർക്കമായ ഒരു തുടക്കത്തിന് വന്നിട്ട് അശുഭമായ കാര്യങ്ങൾ പറയാമെന്ന് ദയവ് ഇത് കരുതരുത്. എൻ്റെ ഈ പോലീസുകാരുടെ ഒരു ദൂഷ്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ദോഷൈക ദൃക്കുകളാണ്. എവിടെ എന്ത് നല്ല കാര്യത്തിന് വലിയ കുഴപ്പം മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതെ നിങ്ങൾ അപ്പോൾ ആ രീതിയിൽ അത് സൂചിപ്പിച്ചത് മാത്രം. ആ ശ്രദ്ധ വേണം. തീർച്ചയായിട്ടും ഈ ഓൺലൈൻ എല്ലാ മാധ്യമങ്ങളും വരുന്നതുകൊണ്ടുള്ള സൗകര്യം വളരെ കൂടുതലാണ്. മുമ്പ് പത്രം കാണാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് മുഴുവൻ യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും പരിഹരിക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഓൺലൈൻ എല്ലാ പ്രക്രിയകളും വരുന്നത്. വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള എല്ലാ നന്മയ്ക്കും ഒരു തിന്മ എന്ന് പുറകിൽ ഒളിച്ചിരിക്കുന്നു. നോ റോസ് വിതൗട്ട് തോട്ട്സ് എന്ന് പറയുന്ന പോലെ ഈ തരത്തിലുള്ള ഒരു ജാഗ്രത നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. നിയമപരമായി തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കുവാനായിട്ട് ആശംസിച്ചുകൊള്ളുന്നു. അവസരം കിട്ടിയാൽ നന്ദി പറഞ്ഞുകൊണ്ട് സംരംഭത്തിന് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ ആശംസകളും നേരുകയാണ്. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ
അതൊരു വലിയ കടമ. നിയമത്തിൻ്റെ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ട് ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങൾ മുന്നോട്ട് പോകുന്നത് കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് കാലമായി നമ്മൾ പല കേസുകളും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഈ മുന്നറിയിപ്പ് ഭാവി പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. മാധ്യമരംഗത്ത് വലിയ കാരണമായി മുന്നേറത്തെ നൽകിയ ഉപകാരത്തിൽ